രാധാകൃഷ്ണൻ സാർ, ഒരു സംശയം. അതായത് ഇപ്പോൾ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അടുത്ത സർക്കാർ UDFിൻ്റെയാണ്. UDFുകാരും പറയുന്നു ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ ഭരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഇവന്മാരെയൊക്കെ ശരിയാക്കും, അജണ്ടകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ UDF ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് ശേഷം UDFന് അധികാരം കിട്ടുമെന്നാണ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം സൂചിപ്പിക്കുന്നത്. കാരണം അങ്ങനെ തന്നെ സംഭവിച്ചാൽ അതേപോലെ തന്നെ ആളുകൾ വോട്ട് ചെയ്താൽ 80 സീറ്റുകളിൽ 80 സീറ്റ് കിട്ടില്ല, 80-നടുത്ത് അതിലും ഭൂരിപക്ഷം കിട്ടും. ഇല്ല, 67 സീറ്റ് കിട്ടും LDFന്, 71 സീറ്റ് കിട്ടും ഇവർക്ക്, 2 സീറ്റ് ഇപ്പോഴത്തെ അനുസരിച്ചിട്ട് BJPക്ക് ഉള്ളതാണ്. ശരി, എന്തെങ്കിലും ആവട്ടെ, ഏതായാലും ഭൂരിപക്ഷം UDFന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിൽ 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിൽ വരുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ അധികാരത്തിൽ വന്നാൽ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയെ, സാമൂഹിക ഘടനയെ എങ്ങനെ ബാധിക്കും? അല്ല, അത് ആദ്യം ബാധിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ UDF വരുമ്പോൾ UDF എന്ത് ചെയ്യും എന്നുള്ള കാര്യം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KM ഷാജി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇത്രയും 10 വർഷമായിട്ട് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ കരുതുന്ന എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്രൈസ്തവ സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ കരുതുന്ന കാര്യങ്ങൾ അത് നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അവരും നടത്തും. പക്ഷെ അവർ പറഞ്ഞിട്ടില്ല പരസ്യമായിട്ട്. അല്ല, അത് പറഞ്ഞിട്ടുണ്ടല്ലോ, UDF വരണം എന്നുള്ള കാര്യം. UDF വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 10 വർഷം കൊണ്ട് കിട്ടാത്ത പോലെ. അല്ല, നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തരുത്. കാരണം എന്താ വെച്ചാൽ, എല്ലാ പള്ളികളിലും തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ 2 കുർബാനയുണ്ട്. 1-ാം കുർബാനയിൽ പങ്കെടുക്കുന്നവരിതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അവസാനം പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ ഒരവസരം കിട്ടുകയാണ്, എല്ലാവരും വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതെ ആരും പോകരുത്, നമ്മുടെ അധികാരമാണ്, നമ്മുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയും, ജനാധിപത്യവാദികളും ദൈവവിശ്വാസികളുമായവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും. അത് രണ്ടും ആരാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമാണത്. അത് UDFന് യോജിച്ച ഒരു കാര്യമാണ്. രഹസ്യമായി UDFന് വോട്ട് ചെയ്യണം എന്ന് പറയുകയും പരസ്യമായി പള്ളിയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഈ ജനാധിപത്യവാദികളും ഈശ്വരവിശ്വാസികളുമായ മനുഷ്യർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ, ഈശ്വരവിശ്വാസികളെന്ന് പറയുമ്പോൾ ആരെ ഒഴിവാക്കി? കമ്മ്യൂണിസ്റ്റുകാരെ ഒഴിവാക്കി. ഈ ജനാധിപത്യവാദികൾ എന്ന് പറയുമ്പോൾ ആരെ ഒഴിവാക്കി? ഇവരുടെ ലിസ്റ്റിൽ ഒഴിവാക്കപ്പെടുന്നത് BJPയും. BJP ജനാധിപത്യവാദികളായിട്ട് അല്ല, ജനാധിപത്യവാദികളായിട്ടല്ല അവർ കണക്ക് കൂട്ടുന്നത്, ഫാസിസ്റ്റുകളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ 2 എണ്ണത്തിനെയും മാറ്റി UDFന് വോട്ട് ചെയ്യണം എന്നാണ് പള്ളികളിൽ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ നടക്കുന്ന കുർബാനയിൽ പറയുന്നത്. അത് വിട്ടൊന്നും ചെയ്യില്ല. പക്ഷേ ഇതൊരു ഒരു ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു ഫിഗർ അല്ലേ? ഒരു സർക്കാരിന് അധികാരത്തിൽ വന്നാൽ മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒരുപാട് അതിനെ പ്രതിരോധിക്കാനുള്ള കോടതി സംവിധാനങ്ങളും അല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിലമ്പൂര്, മലപ്പുറത്ത് എത്ര ശതമാനമുണ്ട് ക്രിസ്ത്യാനികൾ? മലപ്പുറത്ത് അത്രയൊന്നുമില്ല. ഇല്ല. ഞാൻ പറഞ്ഞുതരാന്ന് മലപ്പുറത്ത് എത്രയുണ്ടെന്ന്. മലപ്പുറത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുള്ളത് 1.98%. ഞാൻ പറഞ്ഞതിൻ്റെ 10-1 ഉള്ളൂ. 1.98 മാക്സിമം 2% ഒന്ന് കൂട്ടിക്കോ. ഈ 2% ക്രിസ്ത്യാനികളേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ. പക്ഷെ അവർക്കൊരു എയ്ഡഡ് കോളേജുണ്ട്, 8-10 സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്. ഇത് വെള്ളാപ്പള്ളി പറഞ്ഞ കണക്ക് പോലെ ഉണ്ട്. അല്ല, വെള്ളാപ്പള്ളി കണക്ക് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വെള്ളാപ്പള്ളിയെ വേറെ എന്ന കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ വിമർശിച്ചോളൂ, എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ വിമർശിക്കരുത്. കാരണം ഇത് കണക്കാണല്ലേ? ഇത് കണക്കാണല്ലേ? ഇനി മലപ്പുറത്ത് ഹിന്ദുക്കൾ 26% ഉണ്ട്. ആ 26% ഹിന്ദുക്കളിൽ ഭൂരിപക്ഷവും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ആ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക്
ഒരു പ്രൈമറി സ്കൂൾ പോലും അവിടെ കൊടുത്തിട്ടില്ല സാർ. അത് ആരുടെ കുഴപ്പം? ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി പറയുന്ന വെള്ളാപ്പള്ളിയുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു കോളേജോ സ്കൂളോ തുടങ്ങിക്കൂടെ? എയ്ഡഡ് കിട്ടണ്ടേ സാർ? അതെന്ത് കിട്ടാത്തത്? ആ എയ്ഡഡ് ആരാണ്? എയ്ഡഡ് കോളേജും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ് അനുവദിക്കണം. മലപ്പുറത്ത് കൊടുക്കുന്നത് മുഴുവനും മൈനോറിറ്റികൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല, വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളോ ചോദിച്ചിട്ട് കൊടുക്കാത്തതുണ്ട്. എത്രയോ വട്ടം ചോദിച്ചിരിക്കുന്നു, എത്രയോ വട്ടം കൊടുത്തിട്ടില്ല. എന്ത് കാരണം പറഞ്ഞു? അത് അങ്ങനെയല്ലെന്ന്. അത് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ ക്ഷണിക്കും. ആ അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ളവർക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത്, വേറെ ഒന്നും കൊടുക്കില്ല. അപ്പോൾ ചാലഞ്ച് ചെയ്തൂടെ? ഞങ്ങൾ തന്നിട്ടില്ല. ഇല്ല, അത് അപേക്ഷിച്ചാൽ അത് ഡിസ്ക്രിപ്ഷനാണ്, സർക്കാരിന്റെ വിവേചനാധികാരം. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. അതൊരു ആർബിട്രറി ആയിട്ടുള്ള തീരുമാനം. അത് ആർബിട്രറി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തൂടെ? അല്ല, ആർബിട്രറി ആയിട്ടുള്ളതിനെ ഗവൺമെന്റ് കൊടുക്കുന്നതിനെ എങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് കോടതി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഗവൺമെന്റ് അല്ലേ തരേണ്ടത്? ഗവൺമെന്റിനോട് കോടതിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഉള്ള എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? ഈ നിലമ്പൂർ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേര് എന്താണ്? അവിടെ ഒരു കോളേജുണ്ട്, ഞാൻ ആ കോളേജിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അത് മാർത്തോമ സഭയ്ക്ക് കൊടുത്തേക്കാണ് ആ കോളേജ്. മാർത്തോമ സഭ അവിടെ മലപ്പുറത്തുള്ള മൊത്തം എത്ര 1 ലക്ഷം 1.5 ലക്ഷം പോലും ആളുകളില്ലാത്തൊരു സഭ. ആ ആകെ മൊത്തം ആ 1 ലക്ഷമോ 1.5 ലക്ഷമോ പോലും ആളില്ലാത്ത ഒരു സഭയ്ക്ക് അവിടെ കോളേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എയ്ഡഡ് വിദ്യാഭ്യാസ രംഗത്തിൽ 70% ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതിനൊരു തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഒരു SNDP യോഗത്തിന് അല്ലെ NSSന് ഒരു കോളേജ് കൊടുത്തു എന്നിരിക്കട്ടെ, അതുകൊണ്ട് ഈ സമുദായത്തിന് എന്താ ഗുണം? സമുദായ സംഘടനയ്ക്ക് സമുദായത്തിന് ഗുണമുണ്ട്. എന്ത് ഗുണം? കാരണം എന്ന് വെച്ചാൽ അവരുടെ വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രവേശനം കിട്ടും. അപ്പോൾ കാശ്മീരിലെ കാര്യം സാറിന് അറിയില്ലേ? കാശ്മീരിൽ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലെ പണം കൊണ്ടൊരു മെഡിക്കൽ കോളേജ്, കാശ്മീരും 50 സീറ്റുണ്ട്, 42 സീറ്റ് മുസ്ലിം. അല്ല, കാശ്മീരും നമ്മുടെ ഇവിടെയും തമ്മിൽ താരതമ്യം ചെയ്യരുത്. രണ്ടും രണ്ടാണ്. അല്ല, ഹിന്ദുവിന്റെ കാശ് കൊണ്ട് മെഡിക്കൽ കോളേജ് അല്ല, കാശ്മീരിലെ 42 സീറ്റ് മുസ്ലിം. അത് കാശ്മീരിലെ നിയമം വേറെയായിരുന്നെന്ന്. ആ നിയമം ഇപ്പോഴല്ലേ മാറി തുടങ്ങുന്നത്. മൈനോറിറ്റി വെച്ചിട്ടാണ്. അല്ല, കാശ്മീർ മറ്റൊരു രാജ്യമായി നിലനിൽക്കുകയായിരുന്നു. അല്ല, കേരളത്തിൽ തുടങ്ങിയാലും അതിനകത്ത് ഈ മൈനോറിറ്റിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, മൈനോറിറ്റിക്കൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ തുടങ്ങിക്കണം, അവിടെ മൈനോറിറ്റിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ്? അല്ലല്ലോ. മൈനോറിറ്റി ഇപ്പം കാശ്മീരിലെ നിയമം അങ്ങനെ ആയിരിക്കെ ഭക്തന്മാരുടെ കയ്യിൽ കാശ് മേടിച്ച് മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ മൈനോറിറ്റിക്കേ കിട്ടുള്ളൂ. ഇത് 7 സീറ്റാണ് 50. അത് കാശ്മീരിലെ കാര്യം. ഞാൻ കാശ്മീരും ഇതും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യാം. രണ്ട് നിയമം അനുസരിച്ച് പോകുന്നതാണ്. ഇത് ഇവിടുത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ അപ്പോൾ ഈ ഒരു NSS അല്ലെങ്കിൽ SNDP ഒരു കോളേജ് തുടങ്ങിയാൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന് അത്തരം വിദ്യാഭ്യാസ അവകാശങ്ങളില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തുടങ്ങിയിട്ടും ഫലമൊന്നുമില്ല. അല്ല, പക്ഷെ എന്നാലും ഇതിനകത്ത് കുറച്ച് അധ്യാപക നിയമനം നടത്താം. അല്ല, അത് ചെറിയ കാര്യമല്ല. സംഘടനയ്ക്ക് ഇത്തിരി കാശുണ്ടാകും. അല്ല, ഞാൻ ചോദിക്കട്ടെ, 16,000-ഓളം വരുന്ന UGC അധ്യാപകരിൽ 4,000 പേര് കഴിഞ്ഞാൽ 12,000 പേരും ഈ എയ്ഡഡ് സെക്ടറിലാണ്. എത്ര ലക്ഷം രൂപയാണ് ഗവൺമെൻറ് ശമ്പളം കൊടുത്തു പോകുന്നത്? മാനേജ്മെൻറ്റ് നിയമിച്ചത്. അല്ല, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ചില സമുദായങ്ങളല്ലേ. അത് ശരിയാണ്. ആ സമുദായത്തിലേക്കാണ് സർക്കാർ. എറണാകുളം ജില്ല എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ UGC അധ്യാപകരുള്ള സമുദായം ഏതാണെന്ന് അറിയാമോ? ലത്തീൻ കത്തോലിക്കരാണ്. ആലുവ ഒലുങ്ങ എടുത്തോളൂ. ആലുവ സെയിൻറ്റ് സേവിയേഴ്സ് ലത്തീൻ കത്തോലിക്കൻ്റെയാണ്. കളമശ്ശേരി വന്ന സെൻറ്റ് പീറ്റേഴ്സ് ലത്തീൻ കത്തോലിക്കൻ്റെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെയിൻറ്റ് ആൽബർട്ട്സ് ലത്തീൻ കത്തോലിക്കൻ്റേതാണ്. നേരെ ഇടക്കൊച്ചി പോയി കഴിഞ്ഞാൽ അക്വിനാസ് ലത്തീൻ കത്തോലിക്കൻ്റേതാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് പറഞ്ഞതാണ്. സെൻറ്റ് സെൻട്രിസാസ് അത് ഇട്ടുപോയതാണ്, ലത്തീൻ കത്തോലിക്കൻ്റെയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും കോളേജുകളിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന ഒരു പ്രബലമായ സമുദായമാണ് ലത്തീൻ കത്തോലിക്കരെ. വേറെ ഒരു സമുദായത്തിനും അത്രയും സൗകര്യമില്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതിലൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതിൽ ആ കാര്യത്തിൽ കാര്യമുണ്ട്. ആ കാര്യം പറയുന്ന സമയത്ത് വെള്ളാപ്പള്ളി വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. വെള്ളാപ്പള്ളി വർഗീയവാദിയാണെങ്കിൽ അതിനേക്കാൾ വൃത്തികെട്ട വർഗീയവാദം ചെയ്തവരല്ലേ ഇവർ. വെള്ളാപ്പള്ളി ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നല്ലേ പറയണത്. ഇത് തട്ടിയെടുത്തവരല്ലേ ഇവർ. അല്ല, കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു വർഗീയതയല്ല, അവരുടെ പരിവേദനമാണ്. അല്ല, ഇവർ തട്ടിയെടുത്തവരല്ലേ, അതല്ലേ വർഗീയത വരുന്നത്. അപ്പോൾ അതുകൊണ്ട്
UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും മൈനോറിറ്റികളുടെ ഒരു സമഗ്രാധിപത്യ അതിനകത്ത് വരും. അല്ല, കഴിഞ്ഞ ദിവസം ഒരാൾ എവിടെയോ എഴുതിയത് ഞാൻ വായിച്ചു. അടുത്ത പ്രാവശ്യം UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ 5 വർഷം കൊണ്ട് കേരളം കാശ്മീർ പോലെയാവും. അതൊരു അതിശയോക്തിയുള്ളതാണ്. അല്ല, അതിശയോക്തിയുള്ളതല്ല എന്നുള്ളതല്ല. അതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് എന്തൊക്കെ പരസ്യമായിട്ട് പറഞ്ഞാലും ഒരു കാര്യമുള്ളത്, ഇസ്ലാമിക തീവ്രവാദത്തെ ഫലപ്രദമായി എതിർക്കാൻ മുസ്ലിം ലീഗിന് ഇപ്പോൾ കഴിയുന്നില്ല എന്ന വസ്തുത അവശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടി. അതെ, വെൽഫെയർ പാർട്ടിയുണ്ട്. അതെ, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയില്ല. വെൽഫെയർ പാർട്ടിയുണ്ട്, ജമാഅത്തെ PDP ഉണ്ട്, മാത്രമാണ് അവരൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഹമാസിനെ പിന്തുണക്കുന്നില്ലേ? ആണല്ലോ, മുസ്ലിം ലീഗ് ഹമാസിനെ പിന്തുണക്കുന്നുണ്ടല്ലോ. ഹമാസിൻ്റെ ലക്ഷ്യം എന്താണ്? അവർക്ക് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക. അല്ലല്ലല്ലല്ല, അവൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ അവസാനത്തെ ജൂതനെയും വകവരുത്തുക എന്നുള്ളതാണ്. പരസ്യമായിട്ട് പറഞ്ഞേക്കണാണ്. ജൂതൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്രിസ്ത്യാനി, അത് കഴിഞ്ഞ് ഹിന്ദു വരും. അത് കഴിഞ്ഞാലേ ഹിന്ദു വരുള്ളൂ. നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, കുറച്ച് ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അവസാനത്തെ ഇനി അത് മാത്രമല്ല, അതിനു വേണ്ടി ജിഹാദ് നടത്തണം, അവരുടെ ലക്ഷ്യമാണ്. എന്നിട്ട് ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കണം. ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹമാസിനെ ഇവിടെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് UDF. ഹമാസിനെ പിന്തുണക്കണം എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണ്, ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളുടെ ആവശ്യമാണ്. എല്ലാ ഇസ്ലാമിക സംഘടനകളും അതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. അവരുടെ ഭരണമായിരിക്കും വരാൻ പോകുന്നത്. ആ ഭരണം നീതിപൂർവമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതുവരെ വന്നിട്ട് നീതിപൂർവമായിട്ടത് ഭരിച്ചിട്ടില്ല. അപ്പോൾ സാർ പറഞ്ഞു, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവർ ഈ കോളേജുകളും എയ്ഡഡ് സ്ഥാപനങ്ങളും പങ്കുവെച്ചെടുത്തല്ലോ. എയ്ഡഡ് സ്ഥാപനങ്ങളിലൂടെയാണ് സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ പണം പോകുന്നത്. എയ്ഡഡ് സ്ഥാപനങ്ങൾ വെറുതെ ഉള്ളതല്ല. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഓരോ സമുദായവും അതാത് സമുദായത്തിൽപ്പെട്ടവരെയാണ് നിയമിക്കുന്നത്. ആ സമുദായത്തിൽപ്പെട്ടവർക്ക് സർക്കാർ കാശ് കൊടുക്കുന്നു, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ധനം ഒരു PSCയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് വേറൊരു സ്ട്രീമിലൂടെ അടിച്ചു മാറ്റപ്പെടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ പറയും ഞങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്ന്. ഇവർ മാത്രമല്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? ഇവിടുത്തെ എത്രയോ ഹിന്ദു കമ്മ്യൂണിറ്റികൾക്ക് ഒരു സ്കൂൾ പോലും ഇല്ലാത്ത ഹിന്ദു കമ്മ്യൂണിറ്റികളില്ലേ? ഒരു സ്കൂൾ പോലും ഇല്ലാത്തത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വർഗീയവാദി എന്ന് പറയുന്നത് സ്കൂളിൻ്റെയും കോളേജിൻ്റെയും വിഷയമല്ലല്ലോ. അതായത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഹമാസിനെ പോലും പിന്തുണയ്ക്കുന്ന സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണത്തിലേക്ക് വരും. അതല്ലേ അപകടം? അല്ല, അത് ഭരണത്തിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, അതിനകത്ത് ഭരണത്തിൽ വരുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ധനം തുല്യമായ രീതിയിൽ പങ്കുവെക്കപ്പെടില്ല. അതാണ് പ്രശ്നം. പക്ഷെ ഇതിനു മുമ്പൊക്കെ UDF വന്നപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. അതിനേക്കാളും ഭീകരമായൊരവസ്ഥ ഇപ്പോൾ അന്നൊക്കെയെന്ന് വെച്ചാൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, അന്നിപ്പോൾ ആൻ്റണി ആയാലും കരുണാകരനായാലും ഉമ്മൻചാണ്ടി ആയാലും ഒക്കെ ഒരുമാതിരി ഇവരെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം ആരുണ്ട് അതിനകത്ത്? അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോഴാരുണ്ട് അതിനകത്ത്? ഒരാളുമില്ല. പക്ഷെ അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. ആൻ്റണി പറഞ്ഞ മറ്റേ ഗോൾഡൊക്കെ ഉണ്ടാക്കിയ പ്രസ്താവന, ഇല്ല, നിങ്ങളൊരു ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടം. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള വകുപ്പുകളെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് UDF വന്നാൽ മാറ്റിവെക്കുകയാണ്. UDFൻ്റെ മൊത്തം ഭരണം നിങ്ങളെടുത്ത് നോക്ക്. ഒന്നുകിൽ കേരള കോൺഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും. വ്യവസായം, സാമൂഹ്യക്ഷേമം, റവന്യൂ ഇങ്ങനെയുള്ള വകുപ്പ്, പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം എല്ലാം അവർ പങ്കുവച്ചെടുക്കും. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ വിഹിതത്തിൽ 70% അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക വിതരണ സമ്പ്രദായം ഉണ്ടാവും. അതായിരിക്കും അതിനകത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. അപ്പോൾ കേരളം പതുക്കെ കാശ്മീർ ആകും എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അതിനകത്ത് കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൻ്റെ മലയാളിയുടെ വിധി എന്താണ് എന്ന് അവനനുഭവിക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇല്ലേ, മറ്റേ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആലോചിച്ചാൽ കൊള്ളാം.